ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിൽ ഇന്നും പുകശല്യം രൂക്ഷം. തൃപ്പൂണിത്തുറ, വൈറ്റില, ഇരുമ്പനം എന്നിവിടങ്ങളിലാണ് പുക വ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ബ്രഹ്മപുരം പ്ലാന്റിലെത്തി പരിശോധന നടത്തി. രാവിലെ 7 മണി തന്നെ നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 3 സൈഡിലാണ് ഇപ്പോൾ നമ്മൾ പുഴ സൈഡിൽ നിന്ന് വെള്ളം എടുത്ത് ഇപ്പോൾ ഇത് പൂർണ്ണമായി ഈ സ്മോക്ക് എല്ലാം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ കൂടുതൽ പമ്പുകൾ, നമ്മൾ ഹൈ കപ്പാസിറ്റി പമ്പുകൾ മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് ഏകദേശം ഒരു 10 പമ്പുകളോടൊപ്പം മുഴുവൻ ഫയർഫോഴ്സും ദെൻ പോലീസുടെ സഹായത്തോടും മറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ബൈ ഈവനിങ് നല്ല പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്ക് ഈ ഡെപ്ത് നമുക്ക് 6 മീറ്റർ തൊട്ട് 10 മീറ്റർ വരെ ഉണ്ട് ഈ വേസ്റ്റ്. അപ്പോൾ ഈ ഏത് സാധനങ്ങളെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ എണ്ണകളോ മറ്റ് സാധനങ്ങളോ ഒക്കെ ഉണ്ടാവും, എല്ലാം വേസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം അടിച്ച് ഇത് പൂർണ്ണമായി കറക്റ്റ് ചെയ്ത സ്ഥലത്തിൽ തിരിച്ചു വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. അപ്പോൾ ഇന്നലെ ഒരു ഏകദേശം 20-25% നമ്മൾ ഫയർ 100% അറസ്റ്റ് ചെയ്തിരുന്നാലും ഈ സ്മോക്ക് നമ്മൾ ഒരു 20-25% മാത്രമാണ് കട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ബ്രിജേഷ് ഉണ്ട് ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന്. ബ്രിജേഷ്, ഇപ്പോഴും പൂർണ്ണമായും തീ അണക്കാൻ സാധിച്ചിട്ടില്ല. പുക ഇപ്പോഴും പലയിടങ്ങളിലും പടരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം? എത്ര മണിയോടുകൂടി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്? ബ്രഹ്മപുരം പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നായ പുക ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച്, അതായത് ഇന്ന് അപേക്ഷിച്ച് പുകയുടെ ഉയർന്നതിന്റെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രദേശത്തും ഇപ്പോഴും പുക പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് നേരത്തെ പുക ശമിപ്പിച്ച അല്ലെങ്കിൽ തീ കെടുത്തിയ ഭാഗത്ത് വീണ്ടും പുകയുയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ 10 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ഇങ്ങനെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അടിയിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഓയിൽ പോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് അടിയിലുള്ളതെന്ന് തിരിച്ചറിയാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. ഇതിൽ നിന്നാണ് ഇപ്പോൾ പലപ്പോഴും പല ഭാഗത്തു നിന്നായിട്ട് തീ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് അടിഭാഗത്തു നിന്നാണ്, അതായത് ഈ മാലിന്യം കൂട്ടിയിരിക്കുന്ന അടിഭാഗത്ത് നിന്ന് പുക ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് കിടത്തുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഹിറ്റാച്ചി പോലുള്ള ഉപകരണം എത്തിച്ച് മാലിന്യങ്ങൾ നീക്കി അകത്തേക്ക് വെള്ളം ചീറ്റിച്ച് പുക നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രദേശത്ത് പുക പടരുന്ന ഒരു സാഹചര്യത്തിൽ പ്രദേശവാസികളോട് ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. തുടർന്ന് ഇന്നലെ കൊച്ചിയിൽ വ്യാപകമായിട്ട് പുക പടരുകയായിരുന്നു. ഇന്ന് അല്പം നേരത്തെ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു 25% പുകയുടെ ഒരു ഉയരുന്നൊരു തോത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കളക്ടർ നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇത് ശമിപ്പിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗർ മുന്നോട്ട് പോവുകയാണ്. അതായത് 10-ലധികം യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. ഹൈ പവർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ചീറ്റിച്ചാണ് ഇപ്പോൾ ഈ തീയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പുക നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചില ഭാഗങ്ങളിലെങ്കിലും, അതായത് വിവിധ മേഖലകളായി തിരിഞ്ഞ്, അതായത് ഈ പ്ലാന്റിന്റെ വിവിധ മേഖലകളിലാണ് ഇപ്പോഴും പുകയുയർന്നുകൊണ്ടിരിക്കുന്നത്, വിവിധ ഭാഗങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തിരിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത യൂണിറ്റുകൾ പല ഭാഗങ്ങളിലായിട്ടാണ് തീ അണയ്ക്കാനുള്ള അല്ലെങ്കിൽ പുക ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വൈകുന്നേരത്തോടു കൂടി ഇതൊരു വിജയത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശമിപ്പിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ശമിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും വലിയ രീതിയിൽ ഇത് കുറയ്ക്കാൻ എന്തായാലും ഇപ്പോഴും അഗ്നിശമന സേനാംഗങ്ങൾ പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. ബ്രിജേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.